പ്രതിഭാഗരുടെ മോൻ പോളിടെക്നിക് പഠിക്കുക. കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ എഫ്ഐആറൊക്കെ ഞാൻ വായിച്ചു. അതിൽ പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നൊരു വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകിടക്കുന്ന വീടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുക വലിച്ച് എഫ്ഐആറിൽ എഴുതി. ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലാതെ ഇങ്ങോട്ട് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തരും അവരോട് കാണിച്ച പണിയെല്ലാം കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു പോ വലിച്ച. അതിനെന്താ വലിച്ചത് ശരിയാണെന്നല്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. പ്രതിഭാകരയുടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടിക്കൂടി നിന്നു. അതിന് പ്രതിഭാകരി എന്തുവാ? ഒരു സ്ത്രീയല്ലേ, ഇനി ആ പരിഗണന കൊടുക്കണ്ടേ? അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുകയാണ്. ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിന് അമ്മയല്ലേ, പാർട്ടി നേതാവല്ലേ, MLA അല്ലേ, പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ. നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ. ഉടനെ അവരെ അങ്ങ് വർഗീയ, അപ്പോൾ അവർ വർഗീയ. പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു ചട്ടത്തി ഞാനിങ്ങനെ കപ്പ പിന്നെ കടനയും വെച്ചോണ്ട് ഇങ്ങോട്ട് പോകാം. എല്ലാവരെയും കൊടുത്തങ്ങനെ കേട്ടോ. MLA ആയതിനു ശേഷം അവരെ മനസമാനത്തിൽ ഒറ്റ രാത്രി കിടത്തി ഉറങ്ങിയിട്ടില്ല ഈ പറ്റേ പുള്ളി. അയാളാ വിളിച്ചേക്കുന്നത്, ക്ഷണിച്ചേക്കുന്നത്.